ഹേ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. ഇവിടെ നിന്ന് ഡോൺകാസ്റ്റർക്കാണ് പോണ്. അവിടുത്തെ ഈസ്റ്റ് ഫീൽഡ് ഫാമിക്കാണ് പോണ്. സ്ട്രോബെറി ഉണ്ടായിട്ടുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സ്ട്രോബെറി ഒക്കെ കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ നിന്ന് 2.5 മണിക്കൂറുടെ യാത്ര ഉണ്ട്. ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. ഈസ്റ്റ് ഫീൽഡ് ഫാം ഡോൺകാസ്റ്റർ. നമ്മളിപ്പോൾ ഷെഫീൽഡിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. 9:30 ഇൻ്റർചേഞ്ചിക്കാണ് പോകുന്നത്. ഇൻ്റർചേഞ്ചിൽ നിന്ന് 10 മണിക്കാണ് ബസ്. ഇനി നമുക്ക് പോകണ വഴിക്ക് ഓരോ കാര്യങ്ങളായിട്ട് കാണാം. നമ്മളിപ്പോൾ ഡോൺകാസ്റ്ററിക്കുള്ള ബസ്സിൽ കയറിയിരിക്കുകയാണ്. X3. അത് 10:04 ബസ് എടുത്തത്. നമ്മളൊരു 11:30 ആകുമ്പോൾ അവിടെ എത്തും. അത് കഴിഞ്ഞിട്ട് വേറൊരു ബസ്സും കൂടി മാറിക്കാറാണ്. ഞങ്ങൾ ഷെഫീൽഡ് ഇൻ്റർചേഞ്ചിൽ നിന്നാണ് ബസ് കയറിയത്. ഇപ്പോൾ സ്റ്റുഡൻ്റ് ഐ ഡി ഉള്ള കാരണം ഇവർക്ക് 2 പേർക്കും 1.5 പൗണ്ട് ഉണ്ടായുള്ളൂ. ഞാൻ സ്റ്റുഡൻ്റ് ഐ ഡി എടുക്കാൻ മറന്നു. അത് കാരണം എൻ്റെ 2 പൗണ്ട് മേടിച്ച്. നല്ല വെയിലുണ്ട് എന്തായാലും. ഇനി നമുക്ക് ഒരു ബസ്സും കൂടി കയറാണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരു 1.5 മണിക്കൂറും കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മൾ മെഡോ ഹാളിൻ്റെ റോട്ടിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ ഒരുപാട് വാഹനങ്ങളുടെ ഷോറൂം ഉണ്ട്. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ലാൻഡ് റോവറിൻ്റെയാണ്. കാണിച്ചത് ഷെഫീൽഡിൻ്റെ ലാൻഡ് റോവർ. അതിൻ്റെ തൊട്ടടുത്ത് ഒരു സ്പോട്ട്. മെഡോ ഹാൾ ഇൻ്റർചേഞ്ച് ലെഫ്റ്റ് സൈഡിലുള്ളത്. റൈറ്റിൽ ഞാൻ നേരത്തെ കാണിച്ചതാണ് മെഡോ ഹാൾ. നമ്മുടെ നേരെ മുമ്പിൽ നല്ലൊരു നീലക്കളം പോഷേ കരയിൽ കിടക്കട്ടെ കണ്ടുപിടിക്കും. ഇതാണ് മെഡോ ഹാൾ ഇൻ്റർചേഞ്ച്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ സ്റ്റേഷൻ. ഇതിൻ്റെ മേലെ കൂടെ പോയിട്ട് ലെഫ്റ്റിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് മെഡോ ഹാളിലേക്കുള്ള വഴിയാണ്. എന്തായാലും ബസ് ഇവിടെ കുറച്ച് നേരം നിർത്തിയിടും. ഈ നേരെ മുമ്പിലുള്ളതാണ് മെഡോ ഹാൾ. നമ്മളെ ഇൻ്റർചേഞ്ചിൽ നിന്ന് ഇതാണ് അതിൻ്റെ പാർക്കിംഗ് ഏരിയ. ഇവിടുത്തെ അത്യാവശ്യം വലിയൊരു മാളാണ് ഈ കാണുന്നത്. നമ്മളിന്ന് വേറെ വഴിക്കാണ് പോണത്. അത് കാരണം മെഴ്സിഡീസിൻ്റെ പോർഷയിലും ഷോറൂം കാണാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ റോദറാം ഇൻ്റർചേഞ്ചിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇനി കുറച്ച് നേരം വണ്ടി നിർത്തിയിടും. പതുക്കെയാണ് നമ്മുടെ യാത്ര. അതുകൊണ്ടാണ് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമ്മളവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 12:30 ആവും. അങ്ങനെ റോദറാം ഇൻ്റർചേഞ്ചിൽ നിന്ന് ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ആദ്യത്തെ ബസ് നമ്മളിവിടെ ഇറങ്ങി 11:30 ബസ് ഇവിടെ എത്തി. ഇനി അടുത്ത നമുക്ക് പോകാനുള്ള ബസ് 11:37 അത് ഇപ്പം അടുത്ത് തന്നെ വരും. അപ്പോൾ നമ്മളിവിടെ ബസ് ഇറങ്ങിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ആ ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ ഓപ്പോസിറ്റുള്ള മരത്തിൽ ഇതാ നല്ല അടിപൊളി ഒരു കായ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. ഏതായാലും ഇനി നമുക്കൊരു ദിവസം കൂടി കയറിയിട്ട് വേണം സ്ട്രോബെറി തോട്ടത്തിലേക്ക് എത്താനായിട്ട്. ഇതാണ് ഗായ്സ് നമുക്ക് നോക്കാനുള്ള ബസ്. ഇതാണ് നമുക്ക് ഇനി അടുത്തായിട്ട് പോകണം. കയറി ടിക്കറ്റ് എടുക്കും. ഇങ്ങനെയാണ് ഇവിടെ ബസ്സിൽ ടിക്കറ്റ് എടുക്കുക. വേണ്ടല്ലേ, നമുക്ക് വേണമെങ്കിൽ ക്യാഷ് കൊടുക്കാം അല്ലെങ്കിൽ കാർഡ് കൊടുക്കാം അങ്ങനെ. അപ്പോൾ നമ്മളിനി ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ 11:40 നമുക്ക് ഇനി ഇവിടുന്ന് ഒരു 15 മിനിറ്റിൻ്റെ യാത്ര ഉണ്ട്. പിന്നെ അവിടെ ഇറങ്ങിയിട്ട് ഒരു 6 മിനിറ്റ് നടന്നാൽ നമ്മൾ നേരെ തോട്ടത്തിലെത്തും, സ്ട്രോബെറി തോട്ടം. അങ്ങനെ നമ്മൾ ഈസ്റ്റ് ഫീൽഡ് പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എൻട്രി ഫ്രീ ആണ്. രാവിലെ 10 മണി തൊട്ടിട്ട് വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടെ എൻട്രി ഉള്ളത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഒരു 10 അടി നടക്കണം, അതുവരെ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ കാണാം. ഇവിടെ ചെറിയ ലഘുഭക്ഷണം കഴിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട്. ഇനി നമുക്ക് സ്ട്രോബെറിയുടെ കാര്യങ്ങൾ നോക്കാം. എടുക്കണം പാത്രം. ഈ ബക്കറ്റ് നമുക്ക് എടുക്കാവുന്നതാണ്. ഇവിടെ തന്നെ പാർക്കിങ്ങും ഉണ്ട്. നമ്മൾ ബസ്സിൽ വന്ന കാരണം ആ ഏരിയക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെയാണെങ്കിൽ നിറയെ പൂക്കളാണ്. നോക്കട്ടെ ബക്കറ്റ്. നമ്മളേതായാലും സ്ട്രോബെറി എടുക്കാൻ വേണ്ടിയിട്ട് 2 ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ഗായ്സ്
അപ്പോൾ ഞാൻ ഇതാ ഈസ്റ്റ് ഫീൽഡ് സ്ട്രോബെറി തോട്ടത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ആർക്കും വരാം, ഫ്രീ എൻട്രി ആണ്. സ്ട്രോബെറി നമുക്ക് ഇഷ്ടത്തിന് പറിച്ച് ഇവിടെ നിന്ന് തന്നെ കഴിക്കാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് ഇഷ്ടം പോലെ എടുത്ത് കഴിക്കാം. നല്ല ടേസ്റ്റ് സ്ട്രോബെറിക്ക്. എന്തായാലും ഞാൻ ഇതുവരെ കഴിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുന്ന് കഴിച്ചപ്പോഴാണ്. ഇതിനു മുമ്പ് കഴിച്ചാൽ ഒരു പുളി രസമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതെന്തായാലും നല്ല മധുരമുണ്ട്. അപ്പോൾ ആരെങ്കിലും ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഷെഫീൽഡിൽ നിന്ന് ഒക്കെ ബസ് ഉണ്ട്. ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. ഷെഫീൽഡിൽ നിന്ന് വരുമ്പോൾ 2 ബസ് മാറി കയറേണ്ടതുണ്ട്. ഡോൺകാസ്റ്ററിനൊക്കെ വരുമ്പോൾ 1 ബസ്സിൽ വന്നാൽ മതിയായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എടുത്തുള്ളവരാണെങ്കിലും ഒന്ന് വന്ന് നോക്കുക. കണ്ടില്ലേ, അവിടെ ഒരു ഹെലികോപ്റ്റർ പോകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പുറത്തൊക്കെ വേറെ എന്തൊക്കെയോ കൃഷിയുണ്ട്. ചോളം, പിന്നെ മത്തങ്ങ, പിന്നെ പൂക്കൾ, അങ്ങനെ കുറച്ച് ഒക്കെ ഉണ്ട് ആ ഏരിയയിലൊക്കെ. നമ്മൾ സ്ട്രോബെറിയുടെ സീസൺ ആയതുകൊണ്ട്, സ്ട്രോബെറിയുടെ ഇത് ഇപ്പോൾ ഓപ്പൺ ആയതുകൊണ്ട് നേരം കണ്ട് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഇതാ കണ്ട താഴത്തൊക്കെ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ ഓരോന്നായിട്ട് പറിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രോബെറി തോട്ടം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ബായ്.